തിരുവനന്തപുരം ശാസ്തമംഗലം കൊച്ചാർ റോഡിലുള്ള തിരുവോണം വീട്ടിലെ കർക്കിടക മാസത്തിലെ സന്ധ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ മുത്തശ്ശിക്കൊപ്പം ഉയർന്നു കേൾക്കുന്നത് മസ്കുലർ ഡിസ്ട്രോഫി രോഗബാധയുള്ള വേദിക മോളുടെ രാമായണ പാരായണമാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ. കർക്കിടക മാസത്തിൽ മുത്തശ്ശി ശോഭന വർമ്മയ്ക്കൊപ്പമുള്ള രാമായണ പാരായണം ഏറെ ഇഷ്ടമാണ് 8ാം ക്ലാസ്സുകാരിയായ വേദികയ്ക്ക്. ചിത്രകഥകളിൽ നിന്നും വായിച്ചും കേട്ടും മനസ്സിലാക്കിയ രാമനെയും സീതയെയും ഹനുമാനെയും അടുത്തറിയണമെന്ന ആഗ്രഹമാണ് അവളെ രാമായണ വായനയിലേക്ക് അടുപ്പിച്ചത്. സീതാദേവി എന്താണ് രാവണൻ കൊണ്ടുപോയിട്ടും തട്ടിക്കൊണ്ടുപോയിട്ടും നല്ല എന്താണ് ഇങ്ങനെ ഭർത്താവിനൊക്കെ ഭയങ്കര ഡിവോഷനൊക്കെ ആയിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് സീതാദേവിനെ ഇഷ്ടം. പിന്നെ ഹനുമാനും ഭയങ്കര ഭക്തിയൊക്കെ ആണല്ലോ. ശ്രീരാമൻ ഭയങ്കര ഭക്തനും ഒക്കെ ആണല്ലോ. പിന്നെ എന്തും ചെയ്യും, അങ്ങനത്തെ ഒരു ഇതാണല്ലോ. ശ്രീരാമദേവനെയും ഇഷ്ടമാണ്. ജനിച്ച 6ാം മാസത്തിലാണ് വേദികയുടെ മസ്കുലാർ ഡിസ്ട്രോഫി രോഗബാധ അച്ഛനമ്മമാർ തിരിച്ചറിയുന്നത്. ഓരോ ഭാഗം വരുമ്പോഴും ഞാൻ അവൾ കിടക്കുന്നതിൻ്റെ അവിടെ പോയിരുന്ന വായിക്കുന്നത്. അപ്പൊ കഥകൾ അറിയാവുന്നത് കൊണ്ട് വായിക്കുന്നത് അവൾക്ക് നന്നായിട്ട് മനസ്സിലാകും. അങ്ങനെ ഓരോ ഭാഗം. സുന്ദരകാന്ഡം കുറച്ചൊരു വിഷമം പിടിച്ച ഒരു കാണ്ഡമാണ്. അപ്പോൾ എപ്പോഴും പറയും, എനിക്ക് സുന്ദരകാന്ഡം വായിക്കാൻ അറിയാമോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, കോമ്പറ്റീഷന് പോകുമ്പോൾ ചിലപ്പോൾ സുന്ദരകാന്ഡമായിരിക്കും കിട്ടുന്നത്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നല്ല കടുകട്ടിയായിട്ടുള്ള വാക്കുകളാണ്. ഞാൻ പറഞ്ഞു, പതുക്കെ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ചെറുപ്പം മുതൽക്കേ വായനാശീലവും മാനസിക പിന്തുണയും ഉറപ്പാക്കി മകളെ കൂടെ നിർത്തുന്നത് അച്ഛൻ ശ്രീജിത്തും അമ്മ ശ്രീജയും ചേച്ചി വർഷയുമാണ്. ചെറുതിലെ ഞാൻ ഈ അമർ ചിത്രകഥ ബുക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ഈ രാമായണത്തിന്റെ ഫുൾ സെറ്റ് ഉണ്ട്, മഹാഭാരതം, ഭാഗവതം, എല്ലാത്തിൻ്റെയും ഈ അമർ ചിത്രകഥകളുടെ. അപ്പോൾ അവർക്കൊരു വിഷ്വലൈസേഷനും ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വായിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ വായിച്ച് കഥകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി. ഓരോ ക്യാരക്ടേഴ്സും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര ഇൻട്രസ്റ്റാണ്. കുട്ടിക്കാലം മുതൽ തന്നെ ഇങ്ങനത്തെ ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. എൻ്റെ അച്ഛനാണെങ്കിൽ സംസ്കൃതമൊക്കെ നല്ലോണം അറിയണ ഒരാളാണ്. തൃശ്ശൂരാണ് സ്ഥലം. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കുറെ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തന്നെ ഞാനും ചെറിയ കുട്ടിയാകുമ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പാട്ടുപാടാൻ ഏറെ ഇഷ്ടമുള്ള വേദികയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വലബാല്യം പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. രോഗത്തെ തോൽപ്പിക്കാൻ വായനയ്ക്കും അതിലൂടെ ലഭിക്കുന്ന അറിവിനും കഴിയുമെന്ന തിരിച്ചറിവാണ് ഇത്തരം കുട്ടികളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നത്. വായനയിലൂടെ വേദനയെ മറക്കുന്ന വേദിക മോൾ പുത്തൻ തലമുറയ്ക്ക് നല്ലൊരു സന്ദേശമാണ് പങ്കുവയ്ക്കുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി അരുണിമ കൃഷ്ണൻ, തിരുവനന്തപുരം.